ബാലേന്ദ്ര സാറേ, ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാം. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയെ ഞങ്ങൾ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ ഒളിച്ചോടിയ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദിക്കെതിരെയോ RSSനെതിരെയോ ഒന്നും പറയാനോ അവരെ ആക്രമിച്ച് സംസാരിക്കാനോ രാഹുൽ ഗാന്ധി തയ്യാറല്ല. പറഞ്ഞത് പിണറായി വിജയൻ, പറയുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ. കേരളത്തിൽ ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അടിച്ചു പിരിയാണ് സാറേ. രണ്ടൊന്ന് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. സ്ഥലത്തെ അവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെയാണ് എതിർക്കേണ്ടത് എന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ഇവിടെ പ്രധാന ശത്രു ഇപ്പോൾ കോൺഗ്രസ്സാണ്. BJPക്ക് ഇവിടെ വലിയ പ്രസക്തിയില്ല. അപ്പോൾ ആഞ്ഞടിക്കുകയാണ് കോൺഗ്രസിനെ. ആഞ്ഞടിക്കുമ്പോൾ എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെടുമ്പോൾ പിന്നെ ഒടിഞ്ഞ വാളും ഒടിഞ്ഞ ചുരികയും ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ മാർക്സിസ്റ്റ് പാർട്ടി ശ്രീ പിണറായി വിജയൻ ആക്രമിക്കുന്നു എന്നേ ഉള്ളൂ. എന്ന് മാത്രമല്ല, പിണറായി വിജയൻ ഇപ്പോൾ വലിയ വെപ്രാളത്തിലാണ്. കാരണം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഒന്ന് മകളുടെ പ്രശ്നം, പിന്നെ അവരിപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള പത്ര വാർത്തകൾ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു വേവലാതിയിലാണ് പിണറായി വിജയൻ നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ മൈക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് പോലും പ്രതിഷേധിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിണറായി വിജയൻ ആകെ ഒരു അങ്കലാപ്പിലാണ്. പിന്നൊന്ന്, ആദ്യം അവരാണ് മുമ്പിലേക്ക് കയറിയത്. ഈ സ്ഥാനാർത്ഥികളെയൊക്കെ ആദ്യമേ പ്രഖ്യാപിച്ചു. MLA മാരെ നിർത്തുന്നു, മന്ത്രിമാരെ നിർത്തുന്നു, മുൻമന്ത്രിയെ നിർത്തുന്നു. അങ്ങനെയൊക്കെ വന്നിട്ട് ആകെ വലിയ പ്രതീക്ഷയിലാണ് അവർ ആളുകളെ ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ ആദ്യത്തെ 1-2 ആഴ്ച വളരെ മുന്നിൽ അവർ പോയി. അത് കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വന്നത്. അത് കഴിഞ്ഞാണ് വടക്കുതിരയെ പോലെ BJPയുടെ സ്ഥാനാർത്ഥികൾ വന്നത്. അപ്പം നല്ല ഒരു കിണഞ്ഞ മത്സരമാണ് നടക്കുന്നത്. ഈ കിണഞ്ഞ മത്സരം നടക്കുമ്പോൾ ഇവിടെ കോൺഗ്രസിനെ അംഗീകരിക്കാൻ പറ്റില്ല. എന്നാൽ മോദിയെ ഇദ്ദേഹം എതിർക്കുന്നുമില്ല വലുതായിട്ട്. അതിന് പകരം രാഹുൽ ഗാന്ധിയാണ് എതിർക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും വയനാട്ടിൽ പിന്നീട് മത്സരിക്കും എന്നുള്ളത് അറിയാമായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ അവരൊരു സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കണമായിരുന്നു. പിന്നെ രാഹുലിനെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നാൽ രാഹുല് അവസാനം ഇപ്പം പിണറായിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കേണ്ടി വന്നു. അങ്ങനെ ചോദിക്കേണ്ടി വന്നപ്പോഴാണ് കൂടുതൽ അഗ്രസീവായി രാഹുൽ ഗാന്ധിക്കെതിരായി പിണറായി വിജയൻ ആക്രമണങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രമല്ല, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെയും ഭർത്താവ് റോബർട്ട് വധേരയും ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഈ ED എന്തുകൊണ്ട് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് വദ്രയുടെ ഇലക്ട്രൽ ബോണ്ടും 170 കോടിയും DLFന്റെ ഇടപാടും ഇത് ഒക്കെ തന്നെ പ്രധാനമന്ത്രി BJPക്കൊക്കെ കൊടുക്കുന്നത് തങ്ങളെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണെന്നൊരു തിരിച്ചൊരു മറുവാദം പിണറായി വിജയൻ പറയുന്നുണ്ട്. അല്ല, അത് വരാമല്ലോ, സ്വാഭാവികമല്ലേ. കേസ് ആരുടെ പേരിലും BJPക്ക് എടുക്കാം. കാരണം ഒരു സുഹൃത്ത് വലയത്തിലല്ല ഇപ്പോൾ കോൺഗ്രസോ മാർക്സിസ്റ്റ് പാർട്ടിയോ നിൽക്കുന്നത്. അപ്പോൾ അവർ കാടടച്ച് വെടിവെക്കുകയാണ്. ഇവിടെ രണ്ടായിട്ട് നിൽക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും. എന്നാൽ ബംഗാളിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തോളോട് തോൾ നിൽക്കുന്നു എന്ന് മാത്രമല്ല, അവർ ഒരുമിച്ച് പടം പോലും ഇന്നത്തെ പത്രത്തിൽ ചിത്രമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കേരളം ഒഴിച്ചുള്ള എല്ലായിടത്തും കോൺഗ്രസിന്റെ സഹായം അവർക്ക് വേണം. ഇപ്പം തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ സഹായം കൊടുക്കുന്നുണ്ട്. ബംഗാളിൽ മമതയ്ക്ക് ഇഷ്ടമല്ലായിരുന്നിട്ട് പോലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് യോജിച്ചുകൊണ്ട് കോൺഗ്രസ് നിൽക്കുന്നു. അപ്പോൾ ഈ എല്ലായിടത്തും നിൽക്കുമ്പോൾ BJP പറയുന്നത് പോലെ പിണറായി വിജയൻ പറയുന്നത് ശരിയല്ല. ഇപ്പോൾ കല്ലിൽ തല്ലി പൂക്കുല ചിതറുന്നത് പോലെ ഈ ഐക്യമുന്നണി ചിതറും എന്നാണ് BJP അനുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതിനെ നമ്മൾ കാര്യമായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ജനങ്ങളുടെ ഹൃദയം, ജനങ്ങളുടെ ഹിതം അതനുസരിച്ചാണ് വോട്ട് വീഴുക. ശരിയാണ്. ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയെ ഒരു കാലത്തും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ടല്ല കോൺഗ്രസ് തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത്. അവർ പറയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം
ആ പാർട്ടിയിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന എംപിമാരെല്ലാവരും കൂടി ചേർന്നായിരിക്കും പ്രധാനമന്ത്രി ആരെന്നുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്ന നിലപാട്. കഴിഞ്ഞ വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അവർ പറഞ്ഞിരുന്നു. നരേന്ദ്രമോദി 2014 BJP ഉയർത്തിക്കാട്ടിയതുപോലെ രാഹുൽ ഗാന്ധി അവർ ഉയർത്തിക്കാട്ടാൻ തയ്യാറായിട്ടുമില്ല. രാഹുൽ ഗാന്ധിയും അങ്ങനെ പറയുന്നില്ല. രാഹുൽ ഗാന്ധി പറയുന്നില്ല താനാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നുമില്ല. പക്ഷെ അങ്ങനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് താനെന്ന് പറയാത്തതിന്റെ പ്രശ്നമാണോ സത്യത്തിൽ ഇപ്പോൾ ഉണ്ടാവുന്നത്? അങ്ങനെയും വരാം. കാരണം എന്തുകൊണ്ട് പറയുന്നില്ല, ആരാണ് പ്രധാനമന്ത്രി എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? പക്ഷേ കോൺഗ്രസിന്റെ നിലപാട് ഖാർഗെ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രധാനമന്ത്രിയെ മുന്നിൽ നിർത്തി പേര് മുന്നിൽ നിർത്തിക്കൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ നേരിടുന്നത്. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഞങ്ങൾ സമാധാനപരമായി സമന്വയത്തിലൂടെ അനുരഞ്ജനത്തിലൂടെ ഒരു പ്രധാനമന്ത്രിയെ കണ്ടെത്തുന്നത്. അത് സ്വാഭാവികമായി അതാണ് ശരി. ഇപ്പോൾ പുറത്തു നിൽക്കുന്ന മമത പോലും ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ മമതയ്ക്ക് പോലും കൂടുതൽ സീറ്റുകൾ അവിടെ കിട്ടിയാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി അവർക്ക് അവകാശപ്പെടാം. അപ്പോൾ ആ കാര്യങ്ങളെ നമുക്ക് വിഗണിച്ചുകൊണ്ട് പോകാനാവുകയില്ല. പിന്നെ രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധി അല്ലിപ്പോൾ. രാഹുൽ ഗാന്ധിക്ക് വളരെ പക്വത വന്നിരിക്കുന്നു. അതിനേക്കാളധികമായി കഠിനാധ്വാനം ചെയ്യുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. തന്നെയുമല്ല, ഈ ഉന്നയിക്കുന്ന വാദങ്ങൾ കുറിക്ക് കൊള്ളുന്നു. മോദിക്ക് നേരിടാൻ പറ്റുന്നില്ല. കാരണം രാഹുൽ ഇങ്ങനെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ആവശ്യമായ പ്രസക്തമായ വാദമുഖങ്ങളാണ് ഉന്നയിക്കുന്നത്. അവിടെയും സാറേ ഈ പറഞ്ഞതുപോലെ ശരിയാണ്, രാഹുൽ ഗാന്ധി മുൻപെങ്ങും ഇല്ലാത്ത രീതിയിൽ പക്വമായിട്ട് സംസാരിക്കേണ്ട വിഷയങ്ങൾ മാത്രം സംസാരിക്കുന്നു, അല്ലാത്ത നിമിഷങ്ങളിൽ നിശബ്ദനായിരിക്കുന്നു. ഇതൊക്കെ തന്നെ ജനം നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ പിണറായി വിജയൻ അടക്കം രാഹുൽ ഗാന്ധിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം വയനാട്ടിൽ വന്ന് അദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇന്ത്യ ഹൃദയഭൂമിയിൽ BJPക്കെതിരെ പോരാടാതെ ആനിരാജ പോലെ ഒരു CPIയുടെ ദേശീയ നേതാവിനെതിരെ വയനാട്ടിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ളതാണ് പലരുടെയും. അതായിരിക്കും അവരെ പ്രകോപിപ്പിക്കുന്നത്. ഇപ്പോഴും അമേഠിയിലെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. ഹിന്ദി ഹൃദയഭൂമിയിൽ BJPക്കെതിരെ അല്ലേ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ നേരിട്ട് അറ്റാക്കിന് ഇറങ്ങി. ജയം തോൽവിയൊക്കെ രണ്ടാമത്തെ കാര്യം. അല്ല, ഇപ്പോൾ ഈ ഐക്യമുന്നണി ഉണ്ടായതിന് ശേഷമുള്ള കാഴ്ചപ്പാടുകളും വിശകലനവും വിലയിരുത്തലും വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെ തന്നെ പോയി മത്സരിക്കണമെന്ന് ഇവർ പറയുന്നത് എന്തിനാ? ഒരു സ്ഥാനാർത്ഥി എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് അതാത് പാർട്ടികളാണ്. അവർ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എവിടെ നിൽക്കണം എവിടെ നിൽക്കണ്ട എന്ന്. വയനാട്ടിൽ നിന്നു മത്സരിച്ചു, കഴിഞ്ഞ പ്രാവശ്യം വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു, ഇത്തവണയും ജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ എന്തിനാണ് ആനിരാജ ഇവിടെ കൊണ്ട് നിർത്തുന്നത്? ഡൽഹി നിർത്തിക്കൂടെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിർത്തിക്കൂടെ? അപ്പോൾ സ്വാഭാവികമായി ഈ നിഴൽ യുദ്ധം നടത്തുകയാണ്. ഇങ്ങനൊരു നിഴലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അതിനോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പൂച്ചയെ രാത്രിയിൽ തപ്പുന്നത് പോലെയാണ് ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരായി വയനാട്ടിൽ ശബ്ദമുയർത്തുന്നത്. ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിക്കുകയാണ് സാർ. ജനങ്ങൾക്കിടയിൽ ഇതുണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പമുണ്ടല്ലോ. അതായത് ദേശീയ തലത്തിൽ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയൊക്കെ കൈപൊക്കിയിരുന്ന് റാലികളെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഘട്ടം, അതേ സമയത്ത് ഇവിടെ കേരളത്തിൽ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്നു. ഇത് പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വന്നിട്ട് പിണറായി വിജയനെതിരെ സംസാരിക്കുന്നു, രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി തുടങ്ങി വെച്ച പലരും ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല. കഴിഞ്ഞ ദിവസം റാഞ്ചിയിൽ കോൺഗ്രസും RJD പ്രവർത്തകരും തമ്മിൽ തല്ലുകൂടുന്നതിൻ്റെയും തലപൊട്ടിയതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നു. ഇപ്പോൾ ജനം നോക്കുമ്പോൾ ശരി, NDAക്ക് ബദലായിട്ട് ഇന്ത്യ മുന്നണിയെ തെരഞ്ഞെടുക്കാം എന്നൊരു മൈൻഡുമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരുടെ ഇടയിൽ തന്നെ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ അതൊരു വലിയ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ ആ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും. വലുതായിട്ട് വരുന്നുണ്ടോ? അല്ല, വാർത്തകൾ വരുന്നത് പത്രങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പത്രത്തിൽ വരുന്ന പരസ്യങ്ങൾ ആരുടേതാണ്? മുഴുവൻ BJPയുടേതാണ്. എല്ലാ പത്രങ്ങളിലും എല്ലാ ചാനലുകളിലും ഈ വാർത്തകളും പരസ്യവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പത്രങ്ങൾ പോലും നിസ്സഹായരാണ്. ആ നിസ്സഹായരായി നിൽക്കുമ്പോഴാണ് ആദ്യമായിട്ടാണ് മോദിജി ഒരു പത്രക്കാർക്ക് ഒരു അഭിമുഖം കൊടുക്കുന്നത്. 3 ദിവസത്തിന് മുമ്പ്. ഇതുവരെ കൊടുത്തിട്ടില്ല, മലയാളം ചാനലിനും കൊടുത്തിട്ടേ ഇല്ല. അപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ രാഹുലിനെ എപ്പോഴും ആക്രമിക്കുന്നത് കൊണ്ട് പ്രിയങ്ക ആക്രമിക്കുന്നു, രാഹുൽ ആക്രമിക്കുന്നു. തിരിച്ച് അത് അടിക്ക് തിരിച്ചടി എന്ന് പറയുന്നത് പോലെയാണ് ഈ ആക്രമണങ്ങൾ. അല്ലാതെ പിണറായിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നതല്ല. പിണറായി തന്നെ ഒരു ചക്രവ്യൂഹത്തിലല്ലേ. അവിടെ കരുവണ്ണൂരിലെ ബാങ്ക് പ്രശ്നം, എത്ര കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ ജില്ലയിലെ സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നു. അപ്പം ഇതൊക്കെ എവിടെ ബാധിക്കുന്നത്?
ഇതെല്ലാം ബാധിക്കുന്നത് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിലാണ്. ആ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് പോലീസിൻ്റെ അതിക്രമം, വാടാ ബോടാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിളിയുമായി അവിടുത്തെ SP പെരുമാറുന്നത്. അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ആനയ്ക്ക് കൊണ്ടുവന്ന ഭക്ഷണം, പട്ട, അത് കൊടുക്കരുത്, കൊണ്ടുപോടാ എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് ഇവിടുത്തെ നിയമസമാധാന വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കുന്നതാണ്. പിന്നെ ചെരുപ്പിട്ടുകൊണ്ട് അമ്പലത്തിനകത്ത് കയറുക. ഇവിടെ പണ്ട് ചെരുപ്പിട്ടുകൊണ്ട് കയറിയതിന് 1-2 അനുഭവങ്ങളുണ്ട് കോൺഗ്രസ്സുകാർക്ക്. ഒന്ന് ശിവഗിരിയിൽ കയറിയുന്നതിന്, പിന്നൊന്ന് NSS ആസ്ഥാനത്ത് കയറിയുന്നതിന് ഒക്കെ വലിയ വിമർശനങ്ങളും എതിർപ്പുകളും ഉണ്ടായതാണ്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഈ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വടകരയിൽ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് സൈബർ ആക്രമണം. ശൈലജ ടീച്ചറിൻ്റെ പടം മോർഫ് ചെയ്ത് കൊടുത്തു. ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പം ചെയ്യാതെ തന്നെ ഓരോ തരത്തിൽ ഷാഫി പറമ്പിൽ വളരെ മുന്നോട്ട് വരുന്നു എന്ന് കണ്ടപ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയുള്ള ഏർപ്പാടുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായി അത് സത്യസന്ധമായ നിലപാടല്ല. അതൊക്കെ ഇവരെ ബാധിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഇത് വരുമ്പോൾ അത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി അവിടെ മത്സരിക്കുന്നതിനേക്കാൾ അധികമായി തോമസ് ഐസക് വെള്ളത്തിലാകാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, അദ്ദേഹം പോയി ഈ തൊഴിലുറപ്പ് യോഗത്തിൽ പോയി പ്രസംഗിക്കുക, വോട്ട് ചോദിക്കുക. അപ്പോൾ അതൊക്കെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പം തന്നെ മോദിയുടെ പ്രസ്താവനയ്ക്കെതിരായി ഒരിത് വന്നല്ലോ, ഭരണത്തിൽ വന്നാൽ മുസ്ലിങ്ങളുടെ സ്വത്തുകൾ വീണ്ടെടുക്കും, വിറ്റുതൊലയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ആളുകൾ മുഴുവൻ സംഭീതരാണ്. എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഇന്ത്യ മുന്നണി 26 പാർട്ടികളെ യോജിപ്പിച്ചുകൊണ്ട് വരികയാണ്. അതിൽ നിന്ന് ചിലർ അടർന്നു പോകുന്നു, പിന്നെ ചിലർ വരാനിരിക്കുന്നവരെ തടഞ്ഞു നിർത്തുന്നു, പിന്നെ ചിലരെ വിലക്കെടുക്കുന്നു, പിന്നെ ഇപ്പോഴുള്ളവരെ തന്നെ കോൺഗ്രസിൻ്റെ MLA-മാരായിട്ടുള്ള മത്സരിച്ചവരെയും MP ആയി മത്സരിച്ചവരെയും ഒക്കെ എതിർക്കുകയും കേസിൽ കൊടുക്കുകയും ചെയ്യുകയാണ്. പിന്നെ ചവാനെതിരായി 1 കൊല്ലത്തിന് മുമ്പ് എതിരായി പ്രസംഗിച്ച അതേ മോദിജിയാണ് ഇപ്പോൾ ചവാനെ ഏറ്റവും വലിയ കണ്ണിലെ കൃഷ്ണമണി പോലെ ആരാധിച്ചുകൊണ്ട് പ്രസംഗിച്ചത്. അപ്പോൾ ഇത് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ യാതൊരു സദാചാരവും ഇല്ലാത്ത മട്ടിൽ മുന്നോട്ട് പോകുന്നത് ബുദ്ധിപൂർവ്വമല്ല. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് നിർത്താം നമുക്ക് ഈ ചർച്ച സാർ. രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയനും പിണറായി വിജയനെതിരെ രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇനി നടത്താൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തന്നെ കേരളത്തിലെ കുറച്ച് സീറ്റുകൾക്ക് വേണ്ടിയാണ്. ആകെ 20 സീറ്റ് ആർക്ക് കൂടുതൽ കിട്ടും എന്നതിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു അടിപിടിയാണ്. ഇത് ഇന്ത്യ മുന്നണി എന്നൊരു ആശയത്തിനോട്, അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ അജണ്ടകളോട് അല്ലെങ്കിൽ അവരുടെ വാഗ്ദാനങ്ങളോട് ഒക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് തടസ്സപ്പെടുത്തുകയും അത് ഇന്ത്യ മുന്നണിയുടെ കടക്കൽ ഒരു കത്തി വയ്ക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും എന്നൊരു സാധ്യത. അല്ല, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് വലിയൊരു ആനയാണ്. ആനയുടെ വാലിലെ ഒരു രോമം പോലെയുള്ളൂ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർ ഇവിടെ കേരളത്തിൽ കിടന്ന് ഇതിങ്ങനെ പിടയ്ക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും കോൺഗ്രസിൻ്റെ പിന്നാലെയാണ്. കോൺഗ്രസ് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അത് ഇന്ത്യ മുന്നണിയെ ബാധിക്കുന്നതല്ല, ഇന്ത്യ മുന്നണിയിലെ ഒരു അംശത്തെ മാത്രം ബാധിക്കുന്ന മട്ടിലാണ് ഈ പാവം പിണറായി വിജയൻ്റെ വിമർശനങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.